നമസ്കാരം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരണത്തിന് വിട്ടുകൊടുക്കുന്നുവെന്നും സംഘപരിവാർ അജണ്ടയ്ക്ക് യുഡിഎഫ് സർക്കാർ പണയം വെക്കുന്നുവെന്നും പറഞ്ഞ് വലിയ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും സിപിഐഎം നേതാവുമായ വി ശിവൻകുട്ടി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചില്ലെങ്കിൽ സമഗ്രരക്ഷാ ഫണ്ട് തടസ്സപ്പെടുമെന്നത് യുഡിഎഫ് സർക്കാരിന്റെ വ്യാജ പ്രചാരണമാണെന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ രേഖാമൂലം ഫണ്ട് തടയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് ശിവൻകുട്ടി സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഓരോ മലയാളിക്കും ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യമാണ്. സ്വന്തം കാലത്ത് അധികാരത്തിലിരുന്നപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ മുൻകൈ എടുക്കുകയും കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഒപ്പിടുന്നത് എന്ന് ദേശാഭിമാനികളുടെ നാട് മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്ത ഇവർക്കിപ്പോൾ പ്രതിപക്ഷത്തിരുന്ന വഞ്ചനയെക്കുറിച്ച് സംസാരിക്കാൻ എന്തൊരുളുപ്പാണ്. ഭരണത്തിലിരുന്നപ്പോൾ കേന്ദ്രത്തിൽ നിന്നും പണം കിട്ടാൻ വേണ്ടി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു നൽകിയവർ ഇന്ന് പ്രതിപക്ഷത്തിരുന്ന് ആർജവത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും സംസാരിക്കുന്നത് കേട്ട് അവഗണിക്കാനേ കഴിയൂ. സ്വന്തം ഭരണകാലത്ത് ഉണ്ടാക്കി വെച്ച അതേ പദ്ധതികളും ഡീലുകളും തന്നെയാണ് ഇപ്പോൾ വിവാദമായി മുന്നിൽ നിൽക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കേരളത്തിലെ സ്കൂളുകളെ സംഘപരിവാർ അജണ്ടയ്ക്ക് വിട്ടുകൊടുക്കാൻ വഴിയൊരുക്കിയത് മുൻ പിണറായി സർക്കാരും ശിവൻകുട്ടിയുമാണ്. സ്വന്തം ഫയലുകൾ ഒന്ന് മറച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഈ ഒരു സത്യം മറച്ചുവെച്ച് ഇപ്പോൾ പുതിയ സർക്കാരിന്റെ തലയിൽ മാത്രം എല്ലാ കുറ്റവും കെട്ടിവെച്ച് മാന്യന്മാരാകാൻ നോക്കുന്നത് വെറും ഒരു അല്പത്തമാണ്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി തുറന്നു പറഞ്ഞേ മതിയാകൂ. CPM അന്ന് കാണിച്ച അതേ ഇരട്ടത്താപ്പും ദാസിവേലയും തുടർന്നു പോകാനാണ് പുതിയ UDF സർക്കാരും ഭാവിക്കുന്നതെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിലെ പൊതുസമൂഹവും തയ്യാറല്ല. ഭരണത്തിലേറ്റ ഉടനെ BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാ താളത്തിനും തുള്ളാനും കേന്ദ്രം പറയുന്ന അനാവശ്യമായ സകല നിബന്ധനകൾക്കും വഴങ്ങി PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുമാണ് UDF സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അത് വലിയൊരു തെറ്റായിരിക്കും. കോൺഗ്രസ് മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമകളെ പോലെ മിണ്ടാതിരുന്ന് കേന്ദ്രത്തിന്റെ സംഘപരിവാർ അജണ്ടകൾക്ക് കുടപിടിക്കാൻ നിൽക്കരുത്. സമഗ്ര ശിക്ഷാ അഭിയാനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ തന്നെ തടയില്ലെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് UDF സർക്കാർ ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ഇത്ര തിടുക്കം കാണിക്കുന്നത്? കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്ന തുകയ്ക്ക് വേണ്ടി നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലും വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലും കാവ്യവൽക്കരണത്തിന്റെ വിത്തുകൾ വിതറാൻ അനുവദിക്കരുത്. BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ പണ്ട് പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും കൊണ്ട് ഇത് ചെയ്യിക്കുമെന്ന പ്രഖ്യാപനത്തിന് വളം വെച്ചു കൊടുക്കുന്ന പണിയാണ് UDF ചെയ്യുന്നതെങ്കിൽ അത് കേരളത്തിലെ മതേതരത്വത്തോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയായിരിക്കും. CPM കാണിച്ച അതേ തെറ്റുകൾ തന്നെ UDFും ആവർത്തിക്കരുത്. കേന്ദ്ര സർക്കാർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും കണ്ണടച്ച് അംഗീകരിക്കാൻ കേരളം ഭരിക്കുന്നത് ഡൽഹിയിലെ ആളുകളുടെ ഉപഗ്രഹ സർക്കാരല്ല എന്ന് തെളിയിക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ സ്വന്തമായി നയരൂപീകരണം നടത്താനുള്ള സംസ്ഥാനത്തിന്റെ അവകാശത്തെ കേന്ദ്രത്തിന് പണയം വെക്കരുത്. ശിവൻകുട്ടിയുടെയും CPMന്റെയും കപട നാടകങ്ങളെ ജനങ്ങൾ തള്ളിക്കളയുമ്പോൾ തന്നെ UDF സർക്കാർ കേന്ദ്രത്തിന്റെ കാവ്യ അജണ്ടകൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ശക്തമായി നിലകൊള്ളണം എന്ന മുന്നറിയിപ്പാണ് പൊതുസമൂഹം നൽകിക്കൊണ്ടിരിക്കുന്നത്.